ഇസ്രായേൽ എന്ന പശ്ചിമേഷ്യൻ രാജ്യത്തെ കാലങ്ങളായി പലരും വേട്ടയാടിയപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഭരണാധികാരിയെ പലരും ആക്രമിച്ചപ്പോഴും മാധ്യമങ്ങളടക്കം ലോകമാധ്യമങ്ങളടക്കം അദ്ദേഹത്തിന് എതിരെ നിന്നപ്പോഴും പല ലോകരാജ്യങ്ങളും ഇസ്രായേലിനെയും നെതന്യാഹുവിനെയും കുറ്റപ്പെടുത്തിയപ്പോഴും ഒക്കെ തന്നെ ഇസ്രായേലിനോട് അതീവ സ്നേഹത്തോടെയും സൗഹാർദ്ദപരമായും നിന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച്, ഇന്ത്യ കാണിക്കുന്ന ആ ഒരു സഹവർത്തിത്വ സഹകരണ മനോഭാവത്തെക്കുറിച്ച് ഇസ്രായേൽ ഭരണാധികാരി ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി വാചാലനായി. അദ്ദേഹം ഇതിനു മുൻപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതുപോലെ ഇന്ത്യൻ ഭരണകൂടത്തെയും ഇന്ത്യ എന്ന രാജ്യത്തെയും ഒക്കെ പ്രകീർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പ് ഇസ്രായേൽ എന്ന ജൂതരാജ്യത്തെ ആക്രമിച്ച് അനേകായിരം പേരെ കൊലപ്പെടുത്തിയതിന് പകരമായി തിരിച്ച് ആക്രമിച്ചപ്പോൾ എല്ലാവരും പ്രേ ഫോർ പാലസ്തീൻ അല്ലെങ്കിൽ ഫലസ്തീനു വേണ്ടി നിങ്ങൾ കരയുക, ക്രൈ ഫോർ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് എതിരെ തിരിയുകയായിരുന്നു ചെയ്തത്. ഇന്ത്യയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങളാണ് അന്നും ഇന്നും ഇസ്രായേലിന് ഒപ്പം നിന്നത്. അതിന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുകൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. മറ്റാരേക്കാളും ഇന്ത്യ എന്നെ പിന്തുണയ്ക്കുന്നു, ഇസ്രായേലിനോട് അവർക്കുള്ളത് ഭ്രാന്തമായ സ്നേഹം എന്നുള്ള പ്രത്യേകമായൊരു പദപ്രയോഗമാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. ഇന്ത്യക്കും ഇസ്രായേലിനും ഇടയിലുള്ള ഊഷ്മളവും ദൃഢവുമായ ബന്ധത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് നെതന്യാഹു സംസാരിച്ചത്. ലോകത്തെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്ന് തനിക്ക് അസാധാരണമായ പിന്തുണയും സ്നേഹവുമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ നടന്ന ഒരു കോൺഫറൻസിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് വളർന്നതായി നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്നു. ലോകത്ത് മറ്റെവിടത്തേക്കാളും ശക്തമായ പിന്തുണ ഇന്ത്യയിൽ നിന്നാണ് തനിക്ക് ലഭിക്കുന്നത് എന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ലോകത്തിന്റെ പല ഭാഗങ്ങളും ഞങ്ങൾക്ക് അംഗീകാരം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഇസ്രായേലിനോട് തികച്ചും ഭ്രാന്തമായ സ്നേഹമാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഭ്രാന്തമായത് എന്നുള്ള ആ അവസ്ഥ സത്യം പറഞ്ഞാൽ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്നാണ് നെതന്യാഹു ചൂണ്ടിക്കാട്ടിയത്. ലോകത്ത് മറ്റെവിടത്തേക്കാളും കൂടുതൽ പിന്തുണ തനിക്ക് ഇന്ത്യയിൽ ഉണ്ട്, ഇന്ത്യ തനിക്ക് നൽകുന്നുമുണ്ട്. ഇസ്രായേലിന്റെ ആഗോള നയതന്ത്രത്തിൽ ഇന്ത്യക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. പ്രതിരോധം, സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇസ്രായേലിനോടുള്ള അഗാധമായ താല്പര്യത്തെയും ആഗോളതലത്തിൽ ഇന്ത്യ നൽകുന്ന പിന്തുണയും നെതന്യാഹു പ്രത്യേകം അഭിനന്ദിച്ചു. തീർച്ചയായിട്ടും ഒരു രാജ്യം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, യുദ്ധത്തിൽ പെടുമ്പോൾ, യുദ്ധം ചെയ്യേണ്ടി വന്നതല്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആഗോള തീവ്രവാദത്തെ തകർക്കാൻ, ലോക നയതന്ത്രത്തെ സംരക്ഷിക്കാൻ ഒക്കെ തന്നെ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ലോകരാജ്യങ്ങൾ ആ ഒരു വിഷയത്തിലടക്കം ഇന്ത്യക്കൊപ്പം നിന്നു. ഇന്ത്യ ഇസ്രായേലിനും ഒപ്പം നിൽക്കുകയാണ്. യുദ്ധമൊരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല, നമ്മൾ യുദ്ധത്തിനൊപ്പം നിൽക്കുന്നില്ല. എന്നാൽ പോലും ഇന്ത്യ നൽകുന്ന ഭ്രാന്തമായ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നെതന്യാഹു സംസാരിച്ചത് ഇപ്പോൾ BBC അടക്കമുള്ള ലോകമാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തെ പല രാജ്യങ്ങൾക്കും അത്ര രസകരമായി തോന്നിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയ ശക്തി, ഏത് നിലയ്ക്കും പോകാനുള്ള ഒരു ശക്തിയായി ഏത് രംഗത്തും, പ്രതിരോധ യുദ്ധ രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ അത് മറ്റു പല രാജ്യങ്ങൾക്കും ഭീഷണിയാകും എന്നുള്ളത് കൊണ്ട് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ സ്നേഹം കലർന്ന ഈ പ്രസ്താവന പല ലോകരാജ്യങ്ങൾക്കും രുചിച്ചിട്ടില്ല എന്നും ആഗോള മാധ്യമങ്ങൾ, ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.